ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നത് ഹോൾട്ടർ നെക്കായിട്ടുള്ള ഒരു കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തായിരുന്നു, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഞാനിത് 2 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ലൈനിങ്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് ആദ്യം തന്നെ നമുക്ക് ഹിപ്പിൻ്റെ വണ്ണം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ അതിൻ്റെ ലൈനിങ് തുണി കട്ട് ചെയ്തപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. സ്ലീവ് ഇത് ലെങ്ത്ത് 13 ഇഞ്ചാണ്. അപ്പോൾ 13-ന് 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 14 ഇഞ്ചും 13.75 എടുത്തത്. 13.75 എന്ന് പറയുമ്പോൾ അരയിഞ്ച് ഇവിടെ പോകും, ഇവിടെ തയ്യൽ തുമ്പ് പോകും. പിന്നെ ഇവിടെ അരയിഞ്ചിൽ ഞാൻ ഒരു പട്ട ഉണ്ട്, ഡിസൈൻ ഉണ്ട്. അപ്പം അത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണേന്. അപ്പം അരയിഞ്ച് മതി ഇവിടെ. പിന്നെ ഇതിൻ്റെ കൈക്കുഴി എന്ന് പറയുന്നത് ഇത് 18 ഇഞ്ചാണ് കൈക്കുഴി വേണ്ടത്. അപ്പം അതായത് ഈ ഭാഗം 18 ഇഞ്ച് കിട്ടണം. അപ്പം അത് കിട്ടുന്നുണ്ട്. അതിലിത് കണ്ട, ഇവിടെ 18 ഇഞ്ച് കിട്ടി. പിന്നെ ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഇഞ്ച് വരും. അപ്പം ഞാൻ ഇത് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ബോഡി പീസ് കട്ട് ചെയ്യണത്. അപ്പോൾ ഈ ബോഡി പീസ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഹിപ്പിൻ്റെ ലെങ്ത്ത് വീതി എത്രയാണെന്ന് നോക്കി. അപ്പോൾ ഹിപ്പ് ഇത് 40 ആണ്. അപ്പോൾ 40യുടെ കൂടെ 4 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് എനിക്ക് 11 ഇഞ്ചാണ് വേണ്ടത്. സ്റ്റിച്ചിങ്ങിന് വേണ്ടത് ഇവിടെ 11 ഇഞ്ച് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ആ 11 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് 11 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി 12 ഇഞ്ചിൽ ഞാൻ ഇതുപോലൊരു പീസ് ഈ വീതിക്ക് മടക്കി എടുത്തു. അങ്ങനെ മടക്കി എടുത്ത പീസ് ഇട്ടിട്ടാണ് വെട്ടണത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് നിങ്ങൾക്ക് അടയാളപ്പെടുത്താം, ടോട്ടൽ ലെങ്ത്ത്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ നിന്നും ഒരു പീസ്, അപ്പം ഈ ഫ്രണ്ടും ബാക്കും എടുക്കുമ്പോൾ രണ്ടും സെപ്പറേറ്റ് എടുക്കുക. ഇത് ബാക്ക് പീസാണ്, ഇത് ബാക്ക് പീസ്, ഇത് ഫ്രണ്ട് പീസ്. അങ്ങനെ രണ്ടായിട്ട് മാറ്റിയിട്ടിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പം ഇങ്ങനെ മാറ്റി കട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് ഇത് രണ്ടും ഒരേ ലെവലിൽ എടുത്തു. ഇവിടെ കണ്ടോ, ഒരേ അളവിൽ ഇവിടെ ഞാൻ 12 ഇഞ്ച് വീതിയുള്ള ആയിട്ട് രണ്ടായിട്ട് മടക്കി എടുത്തു. അപ്പം ആ ഒരേ അളവ് തന്നെ ഇങ്ങോട്ടേക്ക് ഇവിടെയല്ലേ വരിക, ഇവിടെയാണ് വരിക. അപ്പം ഈ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പീസ്, ഇത് രണ്ടും ഒരേ അളവാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പീസ് 3 ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ, സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇത് ശരിക്കും ഇതിനോട് ജോയിൻ്റ് ആയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ തുണി ഇരുന്നിരുന്നത് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ടിട്ട് രണ്ടും ഒരുപോലെയായിട്ട് കട്ട് ചെയ്യാനായിട്ട് എടുത്തു. കണ്ട, ഇതുപോലെ ഒരുപോലെ ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ബാക്ക് പീസാണ് കേട്ടോ. അതായത് ഒരേ അളവ് തന്നെയാണ് എടുത്തേക്കണത്, ഇതിൽ മാത്രം 3 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസ്. അപ്പം ഞാൻ ഈ ഫ്രണ്ട് പീസിലിട്ടാണ് അടയാളപ്പെടുത്തിയത്. അപ്പം അതിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് കറക്റ്റ് ഇവിടെ നിന്നുള്ള 3 കഴിഞ്ഞിട്ട് കറക്റ്റ് ആ മുഴുവനായിട്ടുള്ള പീസാണ് കേട്ടോ. ഇത് ബാക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ 3 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. അതായത് മുകളിൽ നിന്നും താഴേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തി ആ 3 ഇഞ്ച് തന്നെ ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തണം. കണ്ട, അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ആക്കി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മുടെ ഷോൾഡർ 15.5 ഇഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫുൾ ഷോൾഡറും എടുത്തു. 15.5 ഇഞ്ചിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡർ മുഴുവനായിട്ട് എടുത്തു. ആ ഷോൾഡർ മുഴുവനായിട്ട് ഇവിടെയും വരും. ഇവിടെ കൈക്കുഴിക്ക് അടയാളപ്പെടുത്തി. അതിൽ നിന്നും 4 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ നല്ലൊരു ഭാഗം പിന്നെ ലൂസും അങ്ങനെ 10.5 ഇഞ്ചാണ് എനിക്ക് ആവശ്യം. അപ്പം അതെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ളത് തയ്യൽ തുമ്പ് കൊടുത്തു 1.5 ഇഞ്ച്. അതുപോലെ തന്നെ ഷേപ്പ് വണ്ണം കിട്ടേണ്ടത് എനിക്ക് 39 ഇഞ്ചാണ്. അപ്പോൾ ആ 39 9.75 അതിവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഹിപ്പ് വണ്ണം 44 എനിക്ക് വേണ്ടത്. 44 11 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. അതിനുശേഷം 1 ഇഞ്ച് നമുക്ക് മടക്കി സ്ലിറ്റ് അടിക്കാനായിട്ടും കൊടുത്തു.
ഇനി നമുക്കിതിൽ മാറ്റമുള്ള ഹോൾട്ടർ നെക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഹൈ നെക്കില്ലേ അതാണ്. അപ്പം നമ്മൾ ഇവിടെ ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അതിൻ്റെ ആ 3 ഇഞ്ച് ഇവിടെ വന്നില്ലേ, ആ 3 ഇഞ്ച് തന്നെ നമുക്ക് കഴുത്തിറക്ക് എത്രയാണോ വേണ്ടത്, അപ്പം ഞാൻ 7 ഇഞ്ചാണ് കൊടുത്തത്. ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച്, ഇങ്ങോട്ടേക്കും 3 ഇഞ്ച്. ഇവിടെ നമ്മൾ 3 ഇഞ്ചിലാണല്ലോ കൊടുത്തത്, ആ 3 ഇഞ്ച്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 7 ഇഞ്ച്. ഇനി അത് കഴിഞ്ഞിട്ട് 1.25 ഇഞ്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തണം. 1.25 ഇഞ്ച്, ഈ 1.25 ഇഞ്ച് മുകളിലും അടയാളപ്പെടുത്തി. എന്നിട്ട് അത് തമ്മിൽ വരച്ചു. എന്നിട്ട് നമുക്ക് ഇതിനുള്ളിലാണ് കഴുത്ത്. ഈ ഒരു ബോക്സിനുള്ളിൽ കഴുത്ത് എങ്ങനെ വേണം, നമുക്ക് ഇങ്ങോട്ടേക്ക് ചെരിച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യാം. എന്ത് മോഡൽ വേണമെങ്കിലും ഇതിൽ ചെയ്യാം. ഞാനിപ്പോൾ യു പോലെയാണ്, റൗണ്ട് പോലെയാണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഞാൻ വരച്ചിട്ടു. അപ്പം നമുക്ക് ഇത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ലൈനിങ് ഇട്ട് ചുരിദാറാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തു. ഇത് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസും ഈ അളവ് ഇവിടെ മുതൽ നമുക്ക് സെയിം അളവാണ് രണ്ടിൻ്റെ. സാധാ ചുരിദാർ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ ഇതിങ്ങനെ തുണി ഇങ്ങനെ മടക്കി 4ആക്കി മടക്കി ഇട്ടതിന് ശേഷം സാധാ ചുരിദാറിൻ്റെ ഷോൾഡർ, കൈക്കുഴി, വണ്ണം, ഷേപ്പ്, ഹിപ്പ് ഇത്ര അടയാളപ്പെടുത്തുക. അപ്പോൾ അടയാളപ്പെടുത്തുമ്പോൾ ഒരു പീസിന് 3 ഇഞ്ച് ഹൈറ്റ് ഉണ്ടായിരിക്കണം ഈ ഹോൾട്ടറിനൊക്കെ ചെയ്യാനായിട്ട്. മനസ്സിലായില്ലേ? ഇനി നമുക്കിത് കട്ട് ചെയ്ത്, ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പേസ്റ്റിംഗ് പേപ്പർ എടുക്കുക. ഇപ്പം ഇത് നീളം ഞാൻ 7 ഇഞ്ചല്ലേ ലെങ്ത്ത് നമുക്ക് കഴുത്തിന് വേണ്ടത്. അപ്പോൾ ഇതിന് ലെങ്ത്ത് ഞാൻ 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 11 ഇഞ്ച്. അതുപോലെ വീതി നമ്മൾ 3 ഇഞ്ച് വീതം കൊടുത്തു. അപ്പോൾ 6 ഇഞ്ചും പിന്നെ കുറച്ചുകൂടി വേണം. അപ്പോൾ 8.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചെടുക്കുക. അപ്പോൾ ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഈ അളവ് നമ്മൾ ഇതിൽ വരുത്തണം. ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കാം. ഇതിൽ വെച്ചിട്ട് ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ച് ഇതുപോലെ ആക്കിയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാം. ഇത് ട്രേസ് ചെയ്ത് വന്നിട്ടുണ്ട് അടയാളപ്പെടുത്തിയത്. അപ്പോൾ ഈ അടയാളപ്പെടുത്തിയത് നമുക്ക് ഇനി 1 ഇഞ്ച് ഇവിടെ, 1 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഡോട്ടിട്ട് ജോയിൻ ചെയ്യാം. ഇത് കറക്റ്റാണ്. കണ്ടോ? ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇവിടെ നിന്നും കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതാണ്. സെൻറ്റർ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് ഞാനിത് ലൈനിങ് ഒക്കെ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ അരിക് അടിച്ചെടുത്തു. ഇത് സെൻറ്റർ ഈ നോട്ടിട്ട ഭാഗത്തേക്ക് ഇതിൻ്റെ നോട്ടിട്ട ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ സൈഡ് വഴി അടിച്ചെടുക്കുക. ഇതിലേക്ക് മുട്ടാതെ അരികത്തൂടെ അടിച്ചെടുക്കണം.
ഇനി ഇതിൻ്റെ ഉള്ളിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിന് നോട്ടിട്ട് കൊടുക്കാം. ഇത് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അത് നമുക്ക് ഇതുപോലെ വെച്ചിട്ട്, അപ്പം നമുക്കിതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി ഉള്ളിലേക്ക് അല്പം, ഇപ്പം ഈ കോളറിനൊക്കെ ആകുമ്പോൾ 1/2 ഇഞ്ചൊന്നും പോരാ കേട്ടോ. ഇതിൻ്റെ കൈക്കുഴി ഇച്ചിരി ഉള്ളിലോട്ട് കുഴിച്ചെടുക്കണം. ഇതിപ്പോൾ 3/4 ഇഞ്ച് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇവിടെ ഒന്ന് ഇതിങ്ങനെ മാറിപ്പോകാതിരിക്കാനായിട്ട് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ബാക്കിൻ്റെ ഷോൾഡറും ഫ്രണ്ടിൻ്റെ ഈ ഷോൾഡറും ഇതുപോലെ ഒന്ന് ഒപ്പം വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുത്തി നിർത്താം. ആ ഒരു കോർണർ കണ്ടോ, ആ കോർണറിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, എന്നിട്ട് അവിടെ ഒരു കട്ടിങ് കൊടുക്കണം വളഞ്ഞു കിട്ടാനായിട്ട്. എന്നിട്ട് ഈ തുണി അതിനെ ഇപ്പത്തേക്ക് ആ ഒരു പീസിനെ കൂടി ഇവിടെ വരെ വരുത്തുക. ഞാൻ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ ഞാനിവിടെ അടിച്ചപ്പോൾ ഇവിടെ നിർത്തിയില്ലേ, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. അപ്പോൾ ഈ ഒരു കോർണർ വരെയാണ് ഞാൻ അടിച്ച് നിർത്തിയത്, ഇവിടെ വരെ. അപ്പോൾ ഇതാണ് നമ്മുടെ കോർണർ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് ഇങ്ങനെ വളഞ്ഞ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കണം. അതിൽ കൊള്ളാതെ കട്ട് ചെയ്യുക. അതിനുശേഷം ഇതിനെ നമ്മൾ സാധാ രീതിയിൽ ഈ തുണിയും കൂടി അറ്റാച്ച് ചെയ്ത് ഇവിടെ 1/2 ഇഞ്ച് വരെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ്, അപ്പോൾ ഇവിടെ നോട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. ഇതൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഇട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട്. ഇത് തമ്മിൽ നമ്മുടെ 3 ഇഞ്ച് പൊക്കത്തിൽ എടുത്തിട്ടുണ്ടായില്ലേ, അത് തമ്മിൽ ജോയിൻ ചെയ്ത് ഇതുപോലെ എടുത്തു. ഇനി നമ്മൾ ഇവിടുത്തെ അപ്പം അത് അങ്ങനെ മടക്കുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് അങ്ങോട്ട് ഫില്ല് ചെയ്യാം. ഇത് കറക്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ നോട്ടിട്ട് വെച്ച ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ അറ്റം വരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സംഭവം നേരെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാനാണ്. പക്ഷെ ഈ ഒരു പീസ് ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു നോട്ടിട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. അപ്പം ആദ്യം ലൈനിങ്ങും അതും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് അടിച്ചു കൊടുക്കുക. ശേഷം ഇതുപോലെ തിരിച്ചു വെച്ച് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് വെട്ടിയത് ഇതുപോലെ ഈ നോട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒരു നല്ല സ്റ്റിച്ച് കൊടുക്കണം, ചെറിയ സ്റ്റിച്ച്. ഇനി ഒന്ന് അയൺ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ സ്ലീവ് വെച്ച് കൊടുക്കുക.
എന്നിട്ട് നോട്ടുകൾ തമ്മിലൊപ്പം പിടിച്ചിട്ട് ഒപ്പം വയ്ക്കുക. ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് വിട്ടിട്ട് അവിടെ നിന്നും ഒരു ഷേപ്പ് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പം ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് കൈക്കുഴി ഇതാണെന്ന് അറിയാൻ ഇതുപോലെ ഒന്ന് നോട്ടിട്ട് വല്ല മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഇതിങ്ങനെ ചെയ്യേണ്ടത് ഇത് തമ്മിൽ തെന്നി പോകാതിരിക്കാനാണ്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ലൈനിങ് മാത്രമായിട്ട് സ്റ്റിച്ചിങ്ങിൽ വരും, അല്ലെങ്കിൽ മെയിൻ പീസ് മാത്രമായിട്ട് വരും. അങ്ങനെ രണ്ടായി പോകാതിരിക്കാനാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. ചുരിദാറിൻ്റെ സ്ലീവ് ഫിറ്റ് ചെയ്യാം. അപ്പം അത് ഇതുപോലെ വെച്ച് ഇതിൻ്റെ ഷോൾഡറിൽ ഇതിൽ നിന്നും ഫ്രണ്ട് പീസ് ഇവിടെയല്ലേ, അപ്പം ഫ്രണ്ട് പീസിൻ്റെ നോട്ട് എവിടെയാണ് ഇത് ഇങ്ങനെ വെച്ചാൽ ഇത് അപ്പുറത്തായി പോകും. അപ്പോൾ അടുത്ത പീസ് എടുക്കുക. അപ്പോൾ ഇതാ ഈ നമ്മൾ മാർക്ക് ചെയ്തത് ഫ്രണ്ടിലേക്ക് വരുത്തണം. എന്നിട്ട് ഇത് തമ്മിൽ ഒരേപോലെ വെക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിനെ അങ്ങോട്ടേക്കും തിരിച്ചു വെച്ചിട്ട് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യും. ഇനി സ്ലീവുകൾ തമ്മിൽ ഇവിടെ ഒപ്പം വയ്ക്കുക. എന്നിട്ട് 10.5 വണ്ണം പറഞ്ഞിരിക്കുന്നത്. 10.5 ഇതിൽ 5.25 അടയാളപ്പെടുത്തു. ഈ പോയിന്റിൽ വന്ന് കെട്ടിടുക. ഇനി നമുക്ക് ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കാം. താഴെ നിന്നും അല്പം ഇതുപോലെ മടക്കിയിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിർത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് തിരിക്കുക. ഇങ്ങോട്ടേക്ക് തിരിക്കുക. ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പട്ട ഞാൻ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും ഒപ്പം വയ്ക്കുക. ഇതിൻ്റെ കൈക്കുഴി രണ്ട് കൈക്കുഴിയും ഒപ്പം വെച്ച് ബാക്ക് പോർഷനാണ് കേട്ടോ ഫ്രണ്ടിൽ വരുത്തുക. ഇത് ബാക്ക് ഭാഗമാണ്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ടക്കിട്ട് കൊടുക്കാം. ഇവിടുന്ന് ഒരു 4 ഇഞ്ച് 3.25 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ഒരു ടക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും 10 ഇഞ്ചിലാണ് വരിക. ഇനി നമ്മുടെ ഈ സ്ലിറ്റ് പോർഷൻ ഉണ്ടല്ലോ, ഞാൻ ഇടുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു 2 ഇഞ്ച് പൊക്കത്തിലായിട്ടാണ് വരുത്തുക. 2 1 കേട്ടോ. ഇതിപ്പോൾ അധികം സ്ലിറ്റ് ഇല്ലല്ലോ, അപ്പം അതിന് 1 ഇഞ്ച് പൊക്കം കൊടുത്താൽ മതി. എന്നാലും നമുക്ക് ടക്കിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയും ഒരു 3.25 എടുക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ടക്ക് കൊടുക്കാം. അപ്പം ഇത് ഇവിടെ ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം ഇപ്പുറത്തേക്ക് ഒരു പോയിന്റ് കൊടുക്കാം. ഇനി ഇത് രണ്ട് മെറ്റീരിയലും കൂടി ഒരുമിച്ച് പിടിക്കണേ. ലൈനിങ് മെറ്റീരിയലും ഇതുപോലെ പിടിക്കുക. ഒറിജിനലും മെയിൻ മെറ്റീരിയലും ലൈനിങ് മെറ്റീരിയലും ഇതുപോലെ പിടിച്ചപ്പോൾ കനം ഉണ്ടാന്ന് നോക്കണം. മറ്റു ഭാഗം നീക്കിയിടണം. എന്നിട്ട് ഇത് തമ്മിൽ പിടിച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ആയിട്ട് വരൂലേ. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ചെരിച്ചിങ്ങോട് കൊണ്ടുവരണം. അത് തന്നെ ഇവിടെ. അപ്പോൾ നെക്ക് ഇതൊന്ന് ഹെം ചെയ്യട്ടെ. ഹെം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ വെച്ച് ഹെം ചെയ്യാം. അപ്പം നമ്മുടെ ഹോൾട്ടർ നെക്ക്, അതായത് ഹൈ നെക്ക് കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാ നല്ല റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇത് താഴത്തെ ആ ബോർഡർ ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.